പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അനുഭവിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് സെക്കൻഡ് പ്രഗ്നൻസി അല്ലെങ്കിൽ സെക്കൻഡ് ബേബി എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പേടി സ്വപ്നം പോലെ ആയിരിക്കും. പക്ഷേ മിക്ക ആൾക്കാർക്കും ഇത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആണ്, അങ്ങനത്തെ ഒരു കണ്ടീഷനുണ്ട്, ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം എന്നൊന്നും അറിയത്തില്ല. സോ ഇതൊരു വലിയ ഡിസീസ് ആണെന്നൊന്നും അറിഞ്ഞുകൂടെങ്കിൽ പോലും, അല്ലെങ്കിൽ അതൊരു സിറ്റുവേഷൻ ആണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കാര്യം എന്ന് പറയുന്നത് ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നമുക്കുണ്ടായ പ്രോബ്ലംസ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. സോ എനിക്ക് കോമൺ ആയിട്ട് അറിയുന്ന കുറച്ച് പ്രോബ്ലംസ് പറയാം. നിങ്ങളുടെ ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ വേറെ ആയിരിക്കും, ജസ്റ്റ് അത് നോട്ട് ഡൗൺ ചെയ്യാം. സോ ഫസ്റ്റ് മോസ്റ്റ് കോമൺ ആൾക്കാർ എന്നോട് പറയുന്നത് ഒരു മെയ്ഡില്ല, അല്ലെങ്കിൽ ബേബീനെ നോക്കാൻ, അതായത് നമുക്ക് കുറച്ച് റെസ്റ്റ് കിട്ടാൻ ഒരു സിറ്റുവേഷൻ ഇല്ല. നമ്മൾ വീട്ടിലെയും ഹസ്ബൻഡിൻ്റെയും ജോലികളും കാര്യങ്ങളൊക്കെ നോക്കണം. ഇങ്ങനത്തെ ഒരു സ്ട്രെസ്സ്, അതായത് ഉറക്കമില്ലായ്മ, ഒരു റെസ്റ്റ് കിട്ടാത്തതിൻ്റെ ഒരു സ്ട്രെസ്സാണ് ഒരു മെയിൻ ഇഷ്യൂ. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ. നമ്മൾ ചിലപ്പം പ്രഗ്നൻസിക്ക് വേണ്ടി നമ്മുടെ ജോലി വിട്ട് കാണും, അല്ലെങ്കിൽ ലീവ് കിട്ടാത്തത് കൊണ്ട് ജോലി വിടേണ്ടി വരും. സോ ഇങ്ങനെ കുറച്ച് ഫിനാൻഷ്യൽ സ്ട്രെസ്സ് ഉണ്ടായേക്കാം. പിന്നെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ സപ്പോർട്ടില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് മോസ്റ്റ് കോമൺലി വിമൻ അനുഭവിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ നമ്മൾ നോട്ട് ഡൗൺ ചെയ്തതിന് ശേഷം ഓരോ പ്രശ്നവും നമ്മുടെ പാർട്ട്ണറുമായിട്ട് ഡിസ്കസ് ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്തി പ്രോപ്പർ കോൺഷ്യസ് ആയിട്ട് നമ്മൾ സെക്കൻഡ് ബേബിക്ക് പ്ലാൻ ചെയ്യുക. അപ്പോൾ തന്നെ 90% ഓഫ് ദ സ്ട്രെസ്സും ടെൻഷനും മാറിക്കിട്ടും.